രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച കോഴിക്കോട് മാങ്കാവ് സ്വദേശിയും ഇടവേള ബാബുവിനെതിരെ പരാതി ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റും കോഴിക്കോട് AR ക്യാമ്പിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതിക്കാരുടെ മൊഴിയെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവ് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും പരാതിയിൽ നിന്ന് പിന്മാറാൻ ചിലരിൽ നിന്ന് ഭീഷണിയും സ്വാധീനിക്കാനുള്ള ശ്രമവുമുണ്ടെന്നും പരാതിക്കാരനായ യുവാവ് പറഞ്ഞു. വാക്കുകളിലേക്ക്. സപ്പോർട്ടീവായിട്ടുള്ള എവിഡൻസും എനിക്ക് കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് വേറെ അൺനോൺ കോൾസൊക്കെ വരുന്നുണ്ട്. സോ ഐ ഹാവ് ടു ബി ഇൻഫോം എവറിത്തിങ്. എല്ലാവരോടും ഇപ്പോൾ ഇതിൻ്റെ മേധാവികളോട് എനിക്ക് കാര്യങ്ങൾ പറയണം. കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ത്രെഡ്സ് അല്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൈക്ക് എന്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, എന്തിനാണ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത്, ഇത് നിങ്ങളെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോൾസാണ്. എന്താ പറയുക, ചില ആളുകൾ എന്നെ സമീപിച്ചിരുന്നു. സോ അതെന്തായാലും എനിക്ക് ജസ്റ്റിസ് ആണ് ആവശ്യം. സോ എനിക്ക് മറ്റുള്ള ഒരു കാര്യത്തിനും ഞാൻ കമൻറ്റ് ചെയ്യും. ഐശ്വര്യ മാഡാണ് വിളിപ്പിച്ചിട്ടുള്ളത്. അവർ കൊച്ചിയിൽ നിന്നൊരു സ്പെഷ്യൽ ടീമാണ് വന്നിട്ടുള്ളത്. വിവരങ്ങളുമായി റമീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. റമീസ്, ഈ കോഴിക്കോട് സ്വദേശി, അതായത് ആരോപണം ഉന്നയിച്ച രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച കോഴിക്കോട് മാങ്കാവ് സ്വദേശിയും അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിനെതിരെ പരാതി ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. അതോടൊപ്പം സംഭവവുമായി ബന്ധപ്പെട്ട തെളിവ് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും പരാതിയിൽ ചിലർ പിന്മാറാൻ വേണ്ടി ഭീഷണിയും സ്വാധീനിക്കാനുമുള്ള ശ്രമം ഉണ്ടായെന്നിപ്പോൾ ഈ യുവാവ് വെളിപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ കോഴിക്കോട് AR ക്യാമ്പിൽ വെച്ച് നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മൊഴിയെടുപ്പ് കേന്ദ്രത്തിലേക്ക് ഇരുവരും എത്തിയത്. രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച കോഴിക്കോട് മാങ്കാവ് സ്വദേശിയും ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുമാണ് ഇന്ന് ഉച്ചയോടുകൂടി അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തിയത്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുൻപിലാണ് ഇരുവരും മൊഴി കൊടുക്കുക. ഇരുവരുടെയും മൊഴിയെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം 2012 ബാംഗ്ലൂരിൽ വെച്ച് ലൈംഗികാരോപണം, അതായത് സിനിമയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. അതുപോലെ തന്നെ ഇടവേള ബാബു ഇത്തരത്തിൽ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്നുമായിരുന്നു ഇരുവർക്ക് നേരെയുള്ള പരാതി. എന്തായാലും കൂടുതൽ തെളിവെടുപ്പും മറ്റും പുരോഗമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് പരാതിക്കാരൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ പരാതിക്കാരന് നേരെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തിരിച്ചറിയാനാവാത്ത നമ്പറുകളിൽ നിന്ന് ഭീഷണിയും സ്വാധീനിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മുൻപിൽ പരാതിക്കാരൻ ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കാര്യം അന്വേഷണ സംഘത്തിന് മുൻപിൽ വെളിപ്പെടുത്തുമെന്നും നീതിയാണ് ആവശ്യമെന്നും ഈ പരാതിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബീനു, യെസ്, രഞ്ജിത്തിനെതിരെ